ഗൈസ്, നിങ്ങൾ സർവ് ചെയ്താണ് ഏൺ ചെയ്യാവുന്ന ആപ്ലിക്കേഷൻസ് കണ്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്താണ് ഏൺ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഗെയിംസ് കളിച്ചാണ് ഏൺ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനത്തെ കുറേ ആപ്ലിക്കേഷൻസ് നമ്മൾ തന്നെ കുറേ ആപ്ലിക്കേഷൻസ് അങ്ങനത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആപ്ലിക്കേഷനാണ്. നമുക്ക് ചാർജ് ചെയ്താണ് ഏൺ ചെയ്യാവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുള്ളവർ എന്താണ് കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ എന്താണ് നമുക്ക് ലോക്ക് സ്ക്രീനിൽ, അതായത് ഇപ്പോൾ നമ്മുടെ ഫോൺ ലോക്ക് സ്ക്രീനിൽ ഇടുമ്പോൾ പൈസ, അതായത് കോയിൻസ് ഏൺ ചെയ്താണ്ട് അതെന്താണ് സിമ്പിളായിക്കാണ് വിഡ്രോച്ചെടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു കിട്ടുന്ന ആപ്ലിക്കേഷനും പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് വേറൊരു ആപ്ലിക്കേഷനും പരിചയപ്പെടുത്തുന്നുണ്ട്. ആ ആപ്ലിക്കേഷൻ നമുക്ക് ഒരു കോയിൻ്റെ വാല്യൂ വരുന്നത് 1 രൂപയാണ്. അപ്പോൾ അതിൽ നമുക്ക് എന്താണ് സിമ്പിളായിക്കാണ് ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ചെയ്താണ്ട് ഓരോ രൂപ ഇങ്ങനെ ഉണ്ടാക്കേണ്ട അത് സിമ്പിളായിക്കാണ് വിഡ്രോച്ച് എടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു കിട്ടുന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ 2 ആപ്ലിക്കേഷൻ എങ്ങനെ സിമ്പിളായിക്കാണ് ഏൺ ചെയ്താണ്ട് വിഡ്രോ എടുക്കാന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ അതിനെ പറയുന്നുണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇതുപോലത്തെ അടിപൊളി പുതിയ ലൂട്ട്സിനൊക്കെ വേണ്ടി നിങ്ങളുടെ സപ്പോർട്ട് എന്താണ് അടിയിൽ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ എന്താണ് അടിച്ചാണ് പൊട്ടിച്ചേക്കുക. അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തൊരു ബെല്ലൈക്കണും വരുന്നതായിരിക്കും, അതും ഓൾഡും സെറ്റ് ചെയ്തേക്കുക. അങ്ങനെയാണെന്ന പുതിയ ഏണിംഗ് ലൂട്ട്സിൻ്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റാത്ത ലൂട്ട്സ് ഒക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യലുണ്ട്. അതുകൊണ്ട് എല്ലാവരും ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ചാനലിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ആപ്ലിക്കേഷൻ്റെ പേര് ഇടുന്നത് മോഡ് മൊബൈലിനാണ്. നമുക്ക് എന്താണ് സ്ക്രീൻ ലോക്ക് ചെയ്യുമ്പോഴൊക്കെ ഏൺ ചെയ്യാവുന്ന ആപ്ലിക്കേഷനാണ്. അങ്ങനത്തെ ഒരു കിട്ടുന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതെന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. എന്തായാലും ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചാണ് സൈനപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും. എന്തായാലും സൈനപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. പിന്നെ ഇതിൽ മെയിനായിക്കാണ് നമുക്ക് വരുന്നത് പാട്ട് കേട്ടാണ് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും പ്ലേ യുവർ ഫസ്റ്റ് സ്ട്രോങ് ടുഡേ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെന്താണ് 8 കോയിൻസ്, അതായത് ഇവിടെ എനിക്ക് ഒരു കോയിന് കാണാൻ പറ്റും. ആ കോയിൻസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് പല രൂപത്തിലെ പാട്ടുകൾ ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് സ്പോട്ടിഫൈ ഒക്കെ യൂസ് ചെയ്യുന്നതിന് പകരം ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പാട്ടും കേൾക്കാൻ പറ്റും, അതുപോലെ തന്നെ എന്താണ് ഏണിങ്സും ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമുക്കിവിടെ പ്ലേ ഗെയിമർ എന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതെന്താ ഇപ്പോൾ നിങ്ങൾക്ക് അറിയില്ല, നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ പ്ലേ ടൈംസ് തന്നെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പ്ലേ ടൈംസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്ലേ ടൈംസിൻ്റെ ട്രിക്ക് വീഡിയോൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ പല വീഡിയോയിലും ഇതിൻ്റെ ട്രിക്ക് വീഡിയോൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആ ട്രിക്ക് യൂസ് ചെയ്യാൻ നല്ല തന്നെ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഗെറ്റ് ഡീൽ എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എന്താണ് ചെറിയ ചെറിയ ഗെയിംസ് കളിച്ചാണ് ഏൺ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. അത് പ്ലേ ടൈംസിൻ്റെ മാതിരില്ല, അതിന് കുറച്ച് വ്യത്യാസമുള്ള ഒരു ഓപ്ഷനാണ്. പിന്നെ നമുക്ക് കംപ്ലീറ്റ് ഓഫർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതെന്താ വെച്ചാൽ നമ്മുടെ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിലും വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതിൽ നമുക്ക് വ്യത്യസ്തമായ കുറച്ച് സംഭവങ്ങളും വരുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതുപോലെ തന്നെ എന്താണ് നമുക്ക് സർവേ കംപ്ലീറ്റ് ചെയ്താണ് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 16 മിനിറ്റ് എന്താണ് കംപ്ലീറ്റ് ചെയ്താൽ 76 കോയിൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് എന്താ വെച്ചാൽ റീഡ് ചെയ്യുക, അതായത് ഇപ്പോൾ സർവേ മാറ്റി തന്നെ നമുക്ക് എന്താണ് അതിൽ റീഡ് ചെയ്യുമ്പോൾ എന്താണ് അതിനും ഏണിങ്സ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് വീഡിയോസ് എന്തായാലും ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് നമ്മളെല്ലാ ആപ്ലിക്കേഷനിലും വരുന്ന കുറച്ച് ഓപ്ഷൻസ് ഇതിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ചെറിയ സംഭവങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്താണ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ പറഞ്ഞ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താണ് ഒന്ന് കാറ്റഗറി ആയി കിട്ടണമെങ്കിൽ ഈ ബൂസ്റ്റേഴ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗെയിംസ്, ഓഫേഴ്സ്, സർവേ, വീഡിയോ, ന്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കാറ്റഗറി ആയി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മാത്രമല്ല കേട്ടോ, നമുക്ക് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്താണ് ഏൺ ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് അടിഭാഗത്തൊരു ചുവന്ന ഒരു റോസ് കളർ ഒരു ചിഹ്നം കാണാൻ പറ്റും, ഒരു റൗണ്ടിൽ ഒരു ചിഹ്നം. അതിൽ ജസ്റ്റ് ക്ലിക്ക് കൊടുത്താൽ മതി, നമുക്ക് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാനുള്ള സെക്ഷനിൽ എത്തുന്നതാണ്. എൻ്റെ രൂപത്തിലാണ് ബോണസ് ലഭിക്കുന്നത്. ഇൻവൈറ്റ് ബോണസും പിന്നെ ഗെയിമിംഗ് ബോണസ് ആണ് കൊടുത്തിട്ടുണ്ട്. ഗെയിമിംഗ് ബോണസ് എനിക്ക് തോന്നുന്നത് 5K പോയിന്റ്സ് ഏൺ ചെയ്താൽ 3% ഗെയിമിംഗ് ബോണസും പിന്നെ 1K പോയിന്റ്സ് ഏൺ ചെയ്താൽ $2.50 അടുത്ത് എന്താണ് അപ് ടു അത്ര ലഭിക്കുന്നതാണ് തോന്നുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്താണ്ട് എന്താണ് നല്ലതായിട്ട് തന്നെ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്താണ് ഇതിൽ ഏണിങ്സ് ലഭിക്കുന്നത്. സോറി, നമുക്ക് ലോക്ക് സ്ക്രീനിലും പിന്നെ ചാർജിങ്ങിന് ഇടുമ്പോഴും പറഞ്ഞിട്ടില്ലല്ലേ, അതെന്താ ഞാൻ പറഞ്ഞു തരാം. നമുക്ക് എന്താണ് ഇപ്പോൾ ഫോണൊന്ന് ലോക്ക് സ്ക്രീനിലാക്കുക. സോറി, നമുക്ക് എന്താണ് ലോക്ക് സ്ക്രീനിൽ ഇതുപോലെ എന്താണ് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ വേറെ മൊബൈൽ എടുത്ത് കാണിച്ചു തരുന്നത്. നമുക്ക് ഇതുപോലെ എന്താണ് ലോക്ക് സ്ക്രീനിൽ ഏൺ ചെയ്യാൻ പറ്റും. നമുക്ക് സാധാരണ നമ്മുടെ ആപ്ലിക്കേഷനിൽ എന്താണ് തുറന്നിരിക്കുമ്പോൾ ചെയ്യുന്ന സംഭവങ്ങൾ ചെയ്താണ് ലോക്ക് സ്ക്രീനിൽ ഏൺ ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെയാണ് ലോക്ക് സ്ക്രീൻ ബോണസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് നമുക്ക് അടിഭാഗത്തൊരു ടൈം കാണാൻ പറ്റും. ആ ടൈം എന്താണ് നമുക്ക് 0 ആകുമ്പോൾ ലോക്ക് സ്ക്രീൻ ബോണസ് നമുക്ക് എന്താണ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതുപോലെ എന്താണ് ലോക്ക് സ്ക്രീനിൽ ഇടുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണ്. ഇനി നമുക്ക് എന്താണ് ചാർജിങ്ങിൽ ഇടുമ്പോൾ ഇതുപോലെ ഏൺ ചെയ്യാൻ പറ്റുക. നമുക്ക് എന്താണ് ഇവിടെ കാണാൻ പറ്റും ചാർജ് കയറുന്നതിനനുസരിച്ച് നമുക്ക് ഇവിടെ ഇതിങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ കോയിൻസ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സിമ്പിളായിട്ടാണ് ചാർജിങ്ങിൽ ഇടുമ്പോഴും ഇതുപോലെ ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇതുവരെയായിട്ട് പരിചയപ്പെടില്ല. പിന്നെ വേറെ ആരെങ്കിലും ഇതുപോലത്തെ ആപ്ലിക്കേഷനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ അറിയിക്കുക. ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ എങ്ങനെ വിഡ്രോ അടിക്കാന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് റെഡീമർ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് കൊടുത്താൽ നമുക്ക് എന്താണ് വേറൊരു പ്രത്യേകതയും കൂടി ഈ ആപ്ലിക്കേഷന് വരുന്നുണ്ട്. അതെന്താ വെച്ചാൽ നമുക്ക് ഇതിൽ മിസ്റ്ററി ബോക്സ് എന്ന സംഭവം ഉണ്ട്. നമുക്ക് മിസ്റ്ററി ബോക്സ് 100 എണ്ണം അൺലോക്ക് ചെയ്യാൻ പറ്റും. ചെറിയ സംഭവങ്ങളൊക്കെ ചെയ്താണ്ട് ഇപ്പോൾ നമുക്ക് 50 കോയിൻസ് ഉണ്ടെങ്കിൽ ഒരു മിസ്റ്ററി ബോക്സ് നമുക്ക് മേടിക്കാൻ പറ്റും. അതുപോലെ തന്നെ പേപ്പാലിക്ക് വിഡ്രോ അടിക്കുമ്പോഴാണെങ്കിലും 0.10 സെൻസ് ഒക്കെ വിഡ്രോ അടിക്കുമ്പോഴാണെങ്കിലും 50 മിസ്റ്ററി ബോക്സ് കൊടുത്താൽ നമുക്ക് വിഡ്രോ ലഭിക്കുള്ളൂ. അത് 2150 കോയിൻസ് വേണം, പിന്നെ 50 മിസ്റ്ററി ബോക്സും വേണം. അങ്ങനെ എല്ലാത്തിനും ഒരു 50 മിസ്റ്ററി ബോക്സ്. പിന്നെ മാക്സിമം പോയാൽ എന്താണ് $10 വിഡ്രോ അടിക്കുമ്പോൾ എന്താണ് 2720 കോയിൻസിനാണെങ്കിൽ 100 മിസ്റ്ററി ബോക്സ് വേണം. അപ്പോൾ ഇത് മിസ്റ്ററി ബോക്സ് കിട്ടുകയാണോ മിസ്റ്ററി ബോക്സ് കൊടുത്തിട്ട് വിഡ്രോ അടിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ എന്താ സംഭവം എനിക്കറിയില്ല. ഞാൻ ഇതിന് വിഡ്രോ അടിച്ച് നോക്കിയിട്ടില്ല. നമുക്ക് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഞാൻ
ഞാൻ വിഡ്രോ അടിച്ചിട്ടുണ്ട്, അതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്താണ് സിമ്പിളായിട്ടാണ് ഏൺ ചെയ്താണ്ട് വിഡ്രോ എടുക്കാൻ വേണ്ടി കിട്ടുന്ന ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ റിവ്യൂ ഒക്കെ നോക്കിയാലും പക്ക വിഡ്രോ ലഭിക്കുന്നുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഇനി എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ എന്തായാലും എന്താണ് കമൻറ്റിൽ അറിയിക്കുകയും ചെയ്യാം. ഇനി നമ്മുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ്റെ പേര് ഫൺ സ്റ്റാർ എന്നാണ്. നമുക്ക് എന്താണ് ചിലവരൊക്കെ ഇതിൻ്റെ ആഡൊക്കെ കണ്ടിട്ടുണ്ടാകും. ആഡ് കണ്ട പോലെ തന്നെ എന്താണ് നമുക്ക് ഇതിന് സിമ്പിളായിട്ടാണ് ഏൺ ചെയ്യാൻ പറ്റും. നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ എന്താണ് നമ്മുടെ ഉളക്കൊണച്ചാണായിരിക്കും ജോയിൻ ചെയ്യേണ്ടി വരിക. നമുക്ക് 5 രൂപ ലഭിക്കുന്നുണ്ട്. 5 രൂപ പറഞ്ഞാൽ 5 കോയിൻസ്. 5 കോയിൻസിൻ്റെ വാല്യൂ 5 രൂപ തന്നെയാണ്. പല രൂപത്തിൽ നമുക്കിത് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ഗെയിം ആണെങ്കിൽ നമുക്ക് ഗെയിംസ് കളിച്ചാണ്ട് പല ഗെയിംസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. 16 കോയിൻസ്, 19 കോയിൻസ്, 19 കോയിൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഗെയിംസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഓഫേഴ്സ് ആണെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് രജിസ്റ്റർ ചെയ്യാനുള്ള ഓഫേഴ്സ് ആണ് ഇതിൽ അധികം കൊടുത്തുള്ളത്. ഏകദേശം എല്ലാത്തിനും ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് കാണാൻ പറ്റും 200, 120 എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിൻ്റെയൊക്കെ വാല്യൂ അറിയുന്നത് 120 പറഞ്ഞാൽ 120 രൂപ തന്നെയാണ്. പിന്നെ കൂപ്പൺസ് ഉണ്ട്. കൂപ്പൺസ് പറഞ്ഞാൽ എന്താ നമുക്ക് ഈ കൂപ്പൺ വെച്ചാണ് എന്തായാലും പർച്ചേസ് ചെയ്യാൻ തോന്നുന്നുണ്ട്. ഞാൻ എന്തായാലും നോക്കിയിട്ടില്ല. നമുക്ക് ഇതിന് 61, 112 എന്നൊക്കെ പറഞ്ഞിട്ട് കോയിൻസ് ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എന്താണ് വീഡിയോസ് എന്താണ് ഏൺ ചെയ്യാൻ പറ്റും. ഷോർട്ട് വീഡിയോസ് എന്താണ് ഏൺ ചെയ്യാൻ പറ്റും. നമുക്ക് ഓരോ വീഡിയോസ് കാണുകയും ശേഷം എന്താണ് ഇത്ര കോയിൻസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്താൽ ഏൺ ചെയ്യാൻ പറ്റും. നമ്മളെ ഫ്രണ്ട് ഈ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 500 കോയിൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്താണ് അപ് ടു എന്താണ് 10,000 കോയിൻസ് വരെ വിൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വാട്സപ്പ് കൂടി ഇൻസ്റ്റാഗ്രാമിൻ്റെ കൂടി വേണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്താൽ ഇത് സിമ്പിളായിട്ടാണ് ഏൺ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ എങ്ങനെ വിഡ്രോൾ വരുന്നത് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു കോയിൻ്റെ ചിഹ്നം കാണാൻ പറ്റില്ല. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കോയിൻസ് തരാണ് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇപ്പം തന്നെ നമുക്കൊരു ഗിഫ്റ്റ് ബോക്സ് ഒരു 3 സ്റ്റാർ കൊടുത്താൽ ഒരു ഗിഫ്റ്റ് ബോക്സ് കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് ക്ലിക്ക് കൊടുത്താൽ മതി. നമ്മുടെ വിഡ്രോ സെക്ഷനിലേക്ക് പോകുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 50 കോയിൻസ് പറഞ്ഞാൽ 50 രൂപേൻ്റെ ക്യാഷ് ബാക്ക് ആണ്. അതുപോലെ തന്നെ 100 കോയിൻസ് പറഞ്ഞാൽ 100 രൂപേൻ്റെ ക്യാഷ് ബാക്ക് ആണ്. 250 പറഞ്ഞാൽ 250. അങ്ങനെ മാക്സിമം എന്താണ് നമുക്ക് 5000 കോയിൻസ് 5000 രൂപ വരെ എന്താ പേടിഎംക്ക് വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റും. ഇനി ഫ്രീ ഫയർക്ക് ആണെങ്കിൽ 50 കോയിൻസ് പറഞ്ഞാൽ 40 ഡയമണ്ട് ആണ്. 100 കോയിൻസ് പറഞ്ഞാൽ 80 ഡയമണ്ട്. മാക്സിമം പോയാൽ 5600 കോയിൻസ് ആണെങ്കിൽ 4000 ഡയമണ്ട് ഒക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ലഭിക്കുന്ന എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ പബ്ജിക്ക് ആണെങ്കിൽ 63 കോയിൻസ് ആയാലും 74 യൂസ് ഉണ്ട്. അങ്ങനെ കുറേ ഓപ്ഷൻസിൽ കൊടുത്തിട്ടുണ്ട്. മാക്സിമം പോയാൽ 8400 കോയിൻസ് ആണെങ്കിൽ 7426 യൂസ് വരെ ലഭിക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ എന്താണ് പേപ്പാലിക്കാണെങ്കിൽ 50 കോയിൻസ് പറഞ്ഞാൽ 50 രൂപ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എത്ര ഡോളർ വരുന്ന എനിക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. പിന്നെ എന്താണ് ഗൂഗിൾ ഗിഫ്റ്റ് കാർഡ് ഒക്കെ ആണ്. അതായത് ഗൂഗിൾ പ്ലേ സ്റ്റോർക്ക് ഗിഫ്റ്റ് കാർഡ് ഒക്കെ ആണെങ്കിൽ 50 രൂപ 50 കോയിൻസ് ഉണ്ടെങ്കിൽ 50 രൂപേൻ്റെ ഗിഫ്റ്റ് കാർഡ് നൽകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താണ് മാക്സിമം പേടിഎംക്കോ അല്ലെങ്കിൽ എന്താണ് ഗൂഗിൾ പ്ലേ സ്റ്റോർക്കോ വിഡ്രോ എടുക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ എന്തായാലും ഇതിന് പേടിഎംക്കാണ് വിഡ്രോ അടിച്ചിട്ടുള്ളത്. അതെന്താണ് പക്ക കയറിയിട്ടുണ്ട്. അതിൻ്റെ പ്രൂഫ് ഞാൻ എന്താണ് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതുപോലത്തെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ചെയ്താണ് എന്താണ് നല്ല തന്നെ ഏണിങ്സ് ഉണ്ടാകുമെന്ന് കിട്ടുന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഇന്നത്തെ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അവിടെ ലൈക്ക് അടിക്കുക. അതുപോലത്തെ പുതിയ ഏണിംഗ് ഓപ്ഷനൊക്കെ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരെ അപ്പോൾ ഓക്കെ ബൈ.